ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചേനത്തണ്ടിൻ്റെ തോരനുമായിട്ടാണ് ഞാൻ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് ഈ ചേനത്തണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഒടിഞ്ഞൊക്കെ പോകത്തില്ലേ, അപ്പോൾ അത് കളയാതെ നമ്മൾ അതിനെ എടുത്ത് ഇങ്ങനെ തോരൻ വയ്ക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിന് പയറൊക്കെ ഇടണമെന്നൊന്നുമില്ല, പരിപ്പ് അങ്ങനെയൊക്കെ ഇട്ട് വെക്കുന്നവരുണ്ട്. എന്നാൽ ഞാൻ ചേനത്തണ്ട് തന്നെയായിട്ട് ഒരു തോരനാണ് ഇത് വയ്ക്കുന്നത്. അതിനായിട്ട് ഞാൻ ചേനത്തണ്ട് അത് തന്നെ ഒരു പണിയാണ് നമുക്ക് ചേനത്തണ്ടിൻ്റെ ക്ലീൻ ആക്കുക എന്നുള്ളത്. അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് അതിനെ ക്ലീൻ ചെയ്ത് ആദ്യം നമ്മൾ എടുക്കണം. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് അതിൻ്റെ ഇലയെല്ലാം കളഞ്ഞ് ആ തണ്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിനെടുക്കാവുന്ന മൊത്ത തണ്ടുകളും എടുത്തു, കുഞ്ഞു കുഞ്ഞു തണ്ടുകൾ അതെല്ലാം നമുക്ക് എടുക്കാം കേട്ടോ. അതിനെ നല്ലതുപോലെ ആ നാരെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുക്കുക എന്നുള്ള കടമ കഴിഞ്ഞാൽ പിന്നെ അതിനെ കഴുകി കഴിഞ്ഞിട്ട് അതിനെ കൊത്തി നമ്മൾ തോരൻ അരിയത്തില്ലേ, അതുപോലെ കൊത്തി അരിഞ്ഞ് എല്ലാം റെഡിയാക്കി എടുക്കണം. അതൊരു ടാസ്ക്കാണ്. കൊത്തി അരിഞ്ഞ് കഴിഞ്ഞിട്ട് അതിന് വേണ്ട അരപ്പുകൾ നമുക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ എടുത്തു. തേങ്ങ തിരുമ്പി അത് പിന്നെ ഞാൻ കാന്താരി അതിനെടുത്തേക്കുന്നത്. കാന്താരി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. കാന്താരിയും പിന്നീട് ഇച്ചിരി ജീരകവും പിന്നെ കൊച്ചുള്ളിയില്ലേ, അത് ഇച്ചിരി 5-6 കൊച്ചുള്ളിയും എടുത്തിട്ട് ഇച്ചിരി കരിവേപ്പില ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തോരനൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കത്തില്ല, അതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ചെടുക്കുക. അത് എടുത്തിട്ട് തോരന് പോലെ എടുത്തിട്ട് പിന്നെ അതിന് നമുക്ക് തവ എടുത്ത് വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുത്ത് ഒരു സവോള ഞാൻ അരിഞ്ഞായിരുന്നേ, ആ സവോളയും ഇട്ട് കൊടുത്ത് കരിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ചേനത്തണ്ട് നമ്മളിട്ട് കൊടുക്കുക. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ആ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയില്ലേ, ആ തേങ്ങ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇച്ചിരി മഞ്ഞൾ പൊടിയും ഇച്ചിരി ഉപ്പും, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി അടച്ച് വെച്ച് വേവിക്കുമ്പോൾ നല്ല രുചികരമായ നമ്മുടെ ചേനത്തണ്ട് തോരൻ റെഡിയാകും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു സമ്മന്തിയും ഒരു മീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി. തോരനിട്ട് ഇളക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അന്നേരത്തപ്പം ഈ ഓണത്തിനൊക്കെ ഇങ്ങനെ നല്ല തോരനായിട്ട് അല്ലെങ്കിലും കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അങ്ങനെ തോരനായിട്ട് കഴിക്കാൻ ചോറിൻ്റെ ഇളക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള പുതിയ ഓരോ വീഡിയോകളുമായിട്ട് ഞാൻ കടന്നു വരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തുറന്നും ഞാൻ വീഡിയോസ് വരും.